ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കിന്നാണ് എനിക്കാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതേ ബോട്ടിലാത്താണ്. അതുകൊണ്ടാണ് ബോട്ടിലെടുത്ത് വെച്ചത്. അപ്പോ ഇതിൽ നമ്മളൊരു പെയിന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മേടിച്ചൊരു സംഭവമാണ് ഈ ഒരു ഫെയറി ലൈറ്റ്. ഇതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിലാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മാജിക്ക്. ഓ, അതായിരുന്നുള്ള നിന്റെ ഉദ്ദേശം. ഞാൻ അത് തെറ്റിദ്ധരിച്ചു. നിനക്കങ്ങനെ പല തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്തായാലും ഇപ്പൊ നമുക്ക് ഈ ബോട്ടിലാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സമയം കളയണ്ട അല്ലെ? അപ്പൊ നമ്മുടെ കുപ്പിയുണ്ട്, പെയിന്റ് ഉണ്ട്. ആദ്യം തന്നെ ഞാനൊരു പഞ്ഞിയിട്ടാണ്, ബ്രഷ് ഇട്ടല്ല. ബ്രഷിന്റെ ആ സ്ട്രോക്ക് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഫിനിഷിങ് കിട്ടില്ല, പ്രത്യേകിച്ച് ബോട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പഞ്ഞി വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ബ്ലൂ ആണ്, കാരണം നമ്മളൊരു നൈറ്റ് ലുക്കാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൂ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മൾ റെക്കോർഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൗണ്ട് എങ്ങനെയാണ് പോയെന്ന് എനിക്കറിയില്ല. സൗണ്ട് റെക്കോർഡായില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ വാങ്ങർച്ച് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല. എന്താ പറയുന്നതെന്നൊട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഡബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഞാൻ ബാക്കി പറയുന്നത് കേട്ടോ. ഇതിൽ ഈ ഒരു പെയിൻറ്റിങ് ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ കുറച്ചൊരു നൈറ്റ് കാണുന്ന ഒരു മരത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് അതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രനെ ഞാനതിൽ വരയ്ക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതൊന്നൊരു രണ്ട് കോട്ടിംഗ് ആയിട്ട് ഞാനൊരു റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഭംഗിയാവുമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ സംഭവം മൊത്തത്തിൽ എനിക്കത്ര ഇഷ്ടമായില്ല. എനിക്കിത് മൊത്തത്തിലൊരു കുളമായ ക്രാഫ്റ്റായിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഞാനിതൊരു ഫൈനൽ അതിനകത്ത് ആ ഒരു ഫെയറി ലൈറ്റൊക്കെ ഇട്ട് അത് സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ക്രാഫ്റ്റ് പേഴ്സണലി എനിക്കിഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണേ. ഓക്കെ, താങ്ക് യു.